പരിചയപ്പെടുന്നത് നമ്മുടെ വീടിന്റെ ലിവിംഗ് റൂം നമുക്ക് തന്നെ എങ്ങനെ അടിപൊളിയാക്കാന്നാണ്. നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മുടെ വീടിന്റെ ലിവിംഗ് റൂം ഡെക്കറേറ്റ് ചെയ്യാറ്. എന്നാൽ അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഹാങ് ചെയ്ത് എങ്ങനെ നിർത്താം എന്നുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ടൈപ്പ് കയറാണ്. ജൂട്ട് ത്രെഡ് തിൻ അല്ലെങ്കിൽ നാച്ചുറൽ ജൂട്ട് റോപ്പ് എന്നൊക്കെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു റോപ്പ് കൊണ്ട് തന്നെ നമുക്ക് 7 ഹാങ്ങിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് വാങ്ങിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ലാഭമാണ്. ഇനി നമുക്ക് വേണ്ടത് ഫാബ്രിക് കളറും ബ്രഷും ആണ്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഫാബ്രിക് കളറിനെ ഒരു ബൗളിലോട്ട് ആക്കിയിട്ട് കുറച്ച് വാട്ടറോടെ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ജൂട്ടിലോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ജൂട്ട് ഇതിന്റെ ഒരു നാച്ചുറൽ ലുക്കിൽ ഇരിക്കുള്ളൂ. അല്ലാതെ ഫാബ്രിക് പെയിന്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ജൂട്ടിലോട്ട് പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജൂട്ട് നന്നായിട്ട് വരഞ്ഞു മുറുകി ഇതിന്റെ ഒരു നാച്ചുറൽ ലുക്ക് നഷ്ടമാവും. ഇനി ഹാങ്ങിങ് ഉണ്ടാക്കുന്നതിന് ഇതുപോലൊരു സാധനമാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോ ഇവിടെ ടെയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ നടക്കാനൊക്കെ പോകുമ്പോൾ വഴിയോരത്ത് വേസ്റ്റ് ആയി കളഞ്ഞിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ സ്ക്വയർ ടൈപ്പിലുള്ള തടിയോ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ടെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. പിന്നീട് അത് ഉപയോഗിച്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ആയ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. ഫാബ്രിക് പെയിന്റിൽ നിന്നും ഡയറക്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് പെയിന്റ് ചെയ്യാം. ഇതിപ്പോ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഡ്രൈ ആവുന്നതിന് വേണ്ടി വെക്കാം. ഇവിടെ കാണുന്നത് പോലെ സ്റ്റാൻഡിന്റെ ബേസിന് താഴെ വരത്തക്ക വിധം 2 ആണികൾ ഉറപ്പിക്കുക. ഇത് സ്റ്റാൻഡിന്റെ വെയിറ്റിനെ താങ്ങി നിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിലായി വീണ്ടും ഇതുപോലെ 2 ആണികൾ ഉറപ്പിച്ച ശേഷം അതിൽ നിന്ന് ജൂട്ട് ത്രെഡ് ഇതുപോലെ ടൈറ്റ് ആക്കി കറക്കിയെടുക്കുക. നമ്മുടെ സ്റ്റാൻഡിന്റെ ബേസിനെ ജൂട്ട് ത്രെഡ് കൊണ്ട് ഇതുപോലെ ചേർത്ത് കെട്ടി നിർത്തുക. ബേസിന്റെ അടിഭാഗത്തായിട്ടാണ് കെട്ടിന്റെ ഭാഗം വരേണ്ടത്. അത് ഈ സ്റ്റാൻഡിന്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ലിവിംഗ് റൂം നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിന് നമുക്കും ഒരു ഫ്രഷ് ഫീൽ ഇതിലൂടെ ഉറപ്പായി ഉണ്ടാകും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്